ഇന്നൊരു എഗ്ഗ് ചില്ലി ഉണ്ടാക്കി. ചിക്കൻ ചില്ലി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു എഗ്ഗ് ചില്ലി, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇതുണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒരു ബൗളിൽ കുറച്ച് കോൺഫ്ലവർ എടുത്തു. അതിലേക്ക് കുറച്ച് മൈദ ആഡ് ചെയ്ത് കൊടുത്തു. അത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. ഇതിലേക്ക് ഇനി കുറച്ച് ഗ്രീൻ ചില്ലി സോസ് ആഡ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് റെഡ് ചില്ലി സോസും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് സോയാ സോസും ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ വെള്ളത്തിൻ്റെ കുറവുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് കട്ട കെട്ടാതെ നന്നായി പേസ്റ്റ് രൂപത്തിലേക്ക് മാറ്റിയെടുക്കണം. ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമുക്കത് പേസ്റ്റ് രൂപത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് മുട്ട ആഡ് ചെയ്യേണ്ടതാണ്. ഇതിപ്പോൾ ഒരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടി 2 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ആ മുട്ട നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ആ പേസ്റ്റിലേക്ക് ആഡ് ചെയ്തെടുക്കാം. ഓരോന്നായി ആഡ് ചെയ്ത് അതൊന്ന് മിക്സ് ചെയ്യണം. മുട്ടയുടെ മഞ്ഞ പൊട്ടാതെ മിക്സ് ചെയ്യണം. പക്ഷേ മഞ്ഞ എന്തായാലും പൊട്ടും. പറ്റുന്നിടത്തോളം മഞ്ഞയും വെള്ളയും ഒന്നിച്ചുള്ള രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു പാൻ എടുത്ത് അത് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ നമുക്ക് മുട്ടയും ഈ കോൺഫ്ലവർ മിക്സും കൂടി ഇതിലേക്ക് ഇട്ടൊന്ന് വറുത്തെടുക്കാം. ഞാൻ എല്ലാ മുട്ടയും ഇതിലേക്ക് ഒന്നിച്ച് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. മുട്ട മൊത്തം ഇട്ട് നമുക്ക് ഇതിനകത്ത് പൊരിച്ചെടുക്കാം. ഒരു ഭാഗം ഫ്രൈ ആയി വന്നാൽ നമുക്ക് മറിച്ചിട്ട് മറ്റേ പുറം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 ഭാഗവും ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ 2 ഭാഗവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈ വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. ഇതാ മൊത്തം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് എടുക്കാം. ഞാനൊരു ക്യാപ്സിക്കം, 2 സവാള, 3-4 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി അതൊക്കെ ചെറുതായി കട്ട് ചെയ്തെടുത്തു. ഇനി പാനിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഫ്രൈ ആയി വന്നാൽ നമുക്ക് ഉള്ളി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വഴന്നു വന്നാൽ നമുക്കതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഒന്ന് മിക്സ് ചെയ്തൊന്ന് വേവിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള കോൺഫ്ലവർ മിക്സ് കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കി നമുക്ക് ഈ വെജിറ്റബിൾസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡ് ചെയ്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് ടൊമാറ്റോ സോസും ഗ്രീൻ ചില്ലി സോസും സോയാ സോസും ആഡ് ചെയ്യാം. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സായി വന്നാൽ നമുക്ക് മാറ്റിവെച്ച മുട്ടയിട്ട് കൊടുക്കാം. മുട്ടയിട്ട് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കവും ഉള്ളിയും ഒക്കെ മുട്ടയുടെ എല്ലാ ഭാഗങ്ങളിലും എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ എഗ് ചില്ലി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.